വന്ദേമാതരത്തോട് അനാദരവ് കാണിച്ചാൽ ശിക്ഷാ നടപടികൾ ആലോചിച്ച് കേന്ദ്ര സർക്കാർ പിഴയുൾപ്പെടെയുള്ള നടപടികളാണ് പരിഗണിക്കുന്നത്. ദേശീയ ഗാനത്തിന് തുല്യമായ പ്രോട്ടോകോൾ നടപ്പാക്കാനാണ് ആലോചന. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നിർണായക തീരുമാനം. വിവരങ്ങളെ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, നമുക്ക് വന്ദേമാതരത്തിന്റെ ചരിത്രം അറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലത്ത് രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ളവർ ഇത് ആലപിച്ചിരുന്നു. പിന്നീട് കോൺഗ്രസിനകത്ത് തന്നെയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഭയന്നുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്ദേമാതരത്തെ എതിർത്ത് തുടങ്ങിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും വന്ദേമാതരത്തെ എന്തിനെതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്ലാമിസ്റ്റുകളുടെ എതിർപ്പാണ്. അതിനെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു തീരുമാനം പലപ്പോഴും കൈക്കൊണ്ടത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അങ്ങനെയല്ല. വന്ദേമാതരത്തിന് ദേശീയഗാനത്തിൻ്റെ തത്തുല്യമായ പ്രാധാന്യം നൽകണമെന്ന നിലപാടുള്ള സർക്കാരാണ് ഇപ്പോഴുള്ളത്. അതിനാൽ ഏത് രീതിയിലുള്ള തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്? ഗൗതം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ജീവൻ നൽകിയ ഒരു ഗാനങ്ങളിൽ മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു ഈ വന്ദേമാതരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരന്റെ ലാത്തിയടിക്കും ബൂട്ടുകൊണ്ടുള്ള ചവിട്ടിനും അവന്റെ വെടിയുണ്ടകൾക്കും മുന്നിൽ വിരിമാറ് കാട്ടി നിന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ വിളിച്ചിരുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ വന്ദേമാതരം. ബങ്കിം ചന്ദ്രന്റെ തൂലികയാൽ എഴുതപ്പെട്ട വന്ദേമാതരം പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് ചവിട്ടിയരയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ചില വാക്കുകൾ അത് ഉപയോഗിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് അവർ ഈ വന്ദേമാതരത്തെ പൂർണ്ണമായും അവഗണിച്ചത്. പക്ഷേ ഈ 150-ാം വർഷം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് വന്ദേമാതരം അതിന്റെ ഗതകാല പ്രൗഢി വീണ്ടെടുക്കുന്നു എന്ന് തന്നെ പറയാം. അത് ഈ പാർലമെന്റ് സെഷനിൽ ചർച്ചയ്ക്ക് വരെ വിധേയമാക്കിയിരുന്നു. ഇപ്പോൾ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ തീം പോലും വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികമാണ്. ഇതാ ഏറ്റവും ഒടുവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. വന്ദേമാതരത്തെ അവഹേളിച്ചാൽ അപമാനിച്ചാൽ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളാനാണ് തീരുമാനം. അതിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ആലോചിക്കുന്നു. വന്ദേമാതരത്തോട് ഉള്ള അവഹേളനം അത് പിഴയടക്കമുള്ള ശിക്ഷകൾക്ക് വിധേയമാക്കും. ദേശീയ ഗാനത്തിന് തുല്യമായ പ്രോട്ടോകോൾ വന്ദേമാതരത്തിനും കൊണ്ടുവരാൻ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പല മേഖലകളിൽ വന്ദേമാതരത്തിനെതിരെ ഈ മത തീവ്രവാദികളും കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ നിത്യേന കണ്ടിട്ടുണ്ട്. ഇനി അത്തരം നടപടികൾ ഉണ്ടായാൽ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഓക്കെ ശ്രീകാന്ത്, എന്തായാലും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ അഗ്നിജ്വാലയിലേക്ക് എടുത്തു ചാടാൻ നിരവധി യുവാക്കൾക്ക് പ്രചോദനമായ ഗീതമാണ് വന്ദേമാതരം. ആ വന്ദേമാതരത്തെ ഇനിയും ബഹുമാനിച്ചില്ല എങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം വന്ദേമാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷം നടക്കുന്ന വേളയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന തീരുമാനമാണിത്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.